എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് വിൽഫുൾ ഡിഫോൾട്ട് ആൻഡ് നോൺ കോഓപ്പറേറ്റീവ് ബോറോവേഴ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ CAIB പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം RBIയുടെ ഫ്രെയിംവർക്കിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? കടം വാങ്ങിയ ഒരാൾക്ക് പണം തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ട്, പക്ഷെ അയാളത് ചെയ്യുന്നില്ല. മനഃപൂർവ്വം തിരിച്ചടയ്ക്കാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളെ വിൽഫുൾ ഡീഫോൾട്ട് എന്ന ആശയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ വിഷയം പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് മാസ്റ്റർ ചെയ്യാൻ നമ്മൾ ഈ 6 പ്രധാനപ്പെട്ട ഏരിയകളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം, എന്താണ് വിൽഫുൾ ഡീഫോൾട്ട്? പിന്നെ ഡൈവേർഷൻ, സൈഫണിംഗ്, ഇത് തമ്മിലുള്ള വ്യത്യാസം. ആരാണ് നോൺ കോഓപ്പറേറ്റീവ് ബോറോവർ? അത് കഴിഞ്ഞു ബാങ്കുകൾക്ക് വരുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഡീഫോൾട്ടർക്ക് കിട്ടുന്ന പണിഷ്മെന്റ്സ് എന്തൊക്കെയാണ്? അവസാനം, പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റ്സ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. വാട്ട് ഈസ് വിൽഫുൾ ഡീഫോൾട്ട്? ഒരു ഡീഫോൾട്ടിനെ എപ്പോഴാണ് RBI വിൽഫുൾ, അതായത് മനഃപൂർവമായ വീഴ്ച എന്ന് കണക്കാക്കുന്നത്? നമുക്കിത് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ RBIയുടെ റൂൾസ് അനുസരിച്ച് പ്രധാനമായും 4 സാഹചര്യങ്ങളിലാണ് ഒരാളെ വിൽഫുൾ ഡിഫോൾട്ടറായിട്ട് കണക്കാക്കുന്നത്. ഒന്നാമത്തേത് ഫെയിലിയർ ടു പേ ഡിസ്പൈറ്റ് കപ്പാസിറ്റി, എന്നുവെച്ചാൽ തിരിച്ചടയ്ക്കാൻ എല്ലാ കപ്പാസിറ്റിയും ഉണ്ടായിട്ടും മനഃപൂർവ്വം പണം തരാതിരിക്കുക. രണ്ടാമത്തേത് ഡൈവേർഷൻ ഓഫ് ഫണ്ട്സ്, ഏത് കാര്യത്തിനാണോ ലോൺ എടുത്തത് അതിനല്ലാതെ വേറെ കാര്യങ്ങൾക്ക് ആ ഫണ്ട് ഉപയോഗിക്കുക. മൂന്നാമത്തേത് സൈഫണിംഗ് ഓഫ് ഫണ്ട്സ്, അതായത് ലോൺ എടുത്ത പണം ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് ഒരു തുമ്പും ഇല്ലാതാക്കുക. നാലാമതായി ഇംപ്രോപ്പർ അസറ്റ് ഡിസ്പോസൽ, ലോണിന് ഈടായി കൊടുത്ത സ്വത്തുകൾ ബാങ്കിന്റെ അനുവാദമില്ലാതെ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രമല്ല, വേറെയും ചില കാരണങ്ങൾ കൊണ്ട് വിൽഫുൾ ഡീഫോൾട്ടറാകാം. ഉദാഹരണത്തിന് മിസ്റെപ്രസന്റേഷൻ ആൻഡ് ഫാൽസിഫിക്കേഷൻ, ലോൺ കിട്ടാൻ വേണ്ടി തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയോ ഡോക്യുമെന്റ്സിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്യുന്നത്. പിന്നെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ്, ലോണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തട്ടിപ്പുകൾ നടത്തിയാൽ അതും ഇതിൽ വരും. അതുപോലെ അസറ്റ് പർച്ചേസ് ഫെയിലിയർ, അതായത് ഒരു മെഷീൻ വാങ്ങാനാണ് ലോൺ എടുത്തതെങ്കിൽ ആ മെഷീൻ വാങ്ങാതിരുന്നാൽ അതും ഒരു വിൽഫുൾ ഡീഫോൾട്ടായി കണക്കാക്കാം. അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാമിന്. ഡൈവേർഷൻ വേഴ്സസ് സൈഫണിംഗ്. ഈ 2 വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഡൈവേർഷൻ ഓഫ് ഫണ്ട്സ് എന്താണെന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ, ഏതാവശ്യത്തിനാണോ ലോൺ അനുവദിച്ചത് അതിനല്ലാതെ വേറെ കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നതിനെയാണ് ഡൈവേർഷൻ എന്ന് പറയുന്നത്. ഇതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, ഷോർട്ട് ടേം ടു ലോങ് ടേം, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ പോലുള്ള ചെറിയ ആവശ്യങ്ങൾക്കുള്ള പണം എടുത്ത് വലിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഫണ്ട് ട്രാൻസ്ഫേഴ്സ്, അതായത് പണം അതിൻ്റെ തന്നെ മറ്റ് കമ്പനികളിലേക്കോ ഗ്രൂപ്പ് കമ്പനികളിലേക്കോ മാറ്റുന്നത്. അതുപോലെ ബാങ്കിന്റെ അനുവാദമില്ലാതെ മറ്റു ബാങ്കുകൾ വഴി പണം കൈമാറ്റം ചെയ്യുന്ന അൺഓത്തറൈസ്ഡ് റൂട്ടിംഗും ഡൈവേർഷനിൽപ്പെടും. അപ്പോൾ എന്താണ് ഡൈവേർഷനും സൈഫണിങ്ങും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഡൈവേർഷനിൽ പണം വേറെ ആവശ്യത്തിന് ഉപയോഗിച്ചാലും അത് ഒരുപക്ഷെ ബിസിനസ്സിൽ തന്നെ ഉണ്ടാവാം. പക്ഷേ സൈഫണിംഗ് എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല. അവിടെ ഫണ്ട് ബിസിനസ്സുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടി ഉപയോഗിച്ച് അത് പിന്നെ കണ്ടെത്താൻ പോലും പറ്റാത്ത അവസ്ഥയാവുന്നു. അതുകൊണ്ടുതന്നെ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സൈഫണിംഗ് എപ്പോഴും ഡൈവേർഷനേക്കാൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് വിൽഫുൾ ഡിഫോൾട്ടുമായി ബന്ധമുള്ള, പക്ഷെ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായൊരു കാറ്റഗറിയാണ് ദ നോൺ കോഓപ്പറേറ്റീവ് ബോറോവർ. പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ അല്ലേ? അതായത് ബാങ്കുകളുമായി ഒരു തരത്തിലും സഹകരിക്കാത്ത ഹൈ റിസ്ക്കുള്ള ഒരു വിഭാഗം. ഒരാളെ നോൺ കോഓപ്പറേറ്റീവായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തത് ത്രഷ്ഹോൾഡ്. ഇത് 50 മില്യൺ രൂപയോ അതിൽ കൂടുതലോ ക്രെഡിറ്റ് ഫെസിലിറ്റിയുള്ള ബോറോവർമാർക്ക് മാത്രമേ ബാധകമാകൂ. രണ്ടാമത് റെസ്പോൺസിബിലിറ്റി. ഇതിന്റെ ഉത്തരവാദിത്തം കമ്പനിക്കു മാത്രമല്ല അതിലെ പ്രൊമോട്ടർമാർക്കും ഡയറക്ടർമാർക്കും കൂടിയുണ്ട്. മൂന്നാമതായി റിപ്പോർട്ടിംഗ്. ബാങ്കുകൾ ഇങ്ങനെയുള്ളവരെ CRILCയിൽ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്തിരിക്കണം. നാലാമത് റിവ്യൂ. ബോർഡ് ഈ കേസുകൾ ഓരോ 6 മാസം കൂടുമ്പോഴും പുനഃപരിശോധിക്കും. അവരുടെ സഹകരണം മെച്ചപ്പെട്ടാൽ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനും സാധ്യതയുണ്ട്. ശരി, അപ്പോൾ ഇങ്ങനെയുള്ള ബോറോവർമാർ ഉണ്ടാകുമ്പോൾ ബാങ്കുകൾക്ക് എന്ത് സംഭവിക്കും? അവർക്ക് എന്ത് സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണുള്ളത്? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഫൈനാൻഷ്യൽ കോൺസിക്വൻസസ് ഫോർ ബാങ്ക്സ്. ഇവിടെയാണ് പ്രുഡൻഷ്യൽ മെഷേഴ്സ് അല്ലെങ്കിൽ പ്രൊവിഷനിംഗ് എന്ന വാക്കിന് പ്രാധാന്യം വരുന്നത്. ഇതൊരു തരം സേഫ്റ്റി നെറ്റാണ്. അതായത് ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ലോണുകളിൽ നിന്ന് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നഷ്ടം നികത്താൻ വേണ്ടി ബാങ്കുകൾ കുറച്ചു പണം മുൻകൂട്ടി മാറ്റിവെക്കുന്നു. ഇത് ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി ഈ ടേബിൾ നോക്കൂ.
ഇതാണ് ശരിക്കുള്ള കളി. സാധാരണ പ്രൊവിഷനിങ്ങും ആക്സിലറേറ്റഡ് പ്രൊവിഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒരു ഉദാഹരണം പറയാം. ഒരു സബ്സ്റ്റാൻഡേർഡ് അൺസെക്യൂർഡ് അസറ്റിന് സാധാരണയായി 25% പ്രൊവിഷൻ. എന്നാൽ അതേ ലോൺ ഒരു വിൽഫുൾ ഡീഫോൾട്ടറുടെയാണെങ്കിൽ അത് നേരെ 40% ചാടും. ആ വ്യത്യാസമൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ബാങ്കിന്റെ ലാഭത്തെ നേരിട്ടിടിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇനി മറുവശത്തേക്ക് വരാം. ഇങ്ങനെ ഡീഫോൾട്ട് ആവുന്ന ആൾക്ക് എന്ത് സംഭവിക്കും? അതാണ് പെനാൽറ്റീസ് ഫോർ ദി ഡിഫോൾട്ടർ. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വളരെ ഗുരുതരമാണ്. ശിക്ഷകൾ നിസ്സാരമല്ല, പ്രത്യേകിച്ച് 25 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കേസുകളിൽ. 1. ഡിനയൽ ഓഫ് ഫ്യൂച്ചർ ക്രെഡിറ്റ്. പിന്നെ ഇന്ത്യയിലൊരു ബാങ്കിൽ നിന്നും പുതിയ ലോൺ കിട്ടില്ല, തീർന്നു. 2. 5-year ബാൻ ഓൺ ന്യൂ വെഞ്ചേഴ്സ്. അടുത്ത 5 വർഷത്തേക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ഫിനാൻസ് കിട്ടില്ല. 3. ലീഗൽ ആക്ഷൻ. ബാങ്കുകൾ സിവിൽ നടപടികൾ മാത്രമല്ല ക്രിമിനൽ നടപടികൾ വരെ തുടങ്ങും. 4. മാനേജ്മെന്റ് ചേഞ്ചസ്. ഡീഫോൾട്ടായ കമ്പനിയുടെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്താൻ ബാങ്കുകൾക്ക് ആവശ്യപ്പെടാം. 5. ബോർഡ് ലെവൽ റെസ്ട്രിക്ഷൻസ്. ഇങ്ങനെയുള്ളവർക്ക് മറ്റ് കമ്പനികളുടെ ബോർഡിൽ ഡയറക്ടറായി ഇരിക്കാനും വിലക്കുണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നാം. നമുക്കൊരു കേസ് സ്റ്റഡി നോക്കിയാൽ ഇത് ക്ലിയർ ആകും. ആൽഫ ഇന്നൊവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ആൽഫ ഇന്നൊവേഷൻസ് എന്ന കമ്പനി ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുത്തു. പക്ഷെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അതിലൊരു ഡയറക്ടർ ഓൾറെഡി RBIയുടെ വിൽഫുൾ ഡിഫോൾട്ടർ ലിസ്റ്റിലുണ്ടായിരുന്നു. അവർ ഈ ലോൺ തുകയെടുത്ത് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിലിട്ടു, അത് പൊളിഞ്ഞു, ലോൺ തിരിച്ചടവ് മുടങ്ങി. ഇനി ഇതിന്റെ ഇമ്പാക്റ്റ് നോക്കാം. ആ ഡയറക്ടർ ഒരു റിപ്പീറ്റ് ഒഫൻഡർ ആയതുകൊണ്ട് ബാങ്കിന് ആക്സലറേറ്റഡ് പ്രൊവിഷനിങ് ചെയ്യേണ്ടി വന്നു. നമ്മൾ നേരത്തെ ടേബിളിൽ കണ്ടില്ലേ, സാധാരണ 25% വെക്കേണ്ടടുത്ത് ബാങ്കിന് 40% പ്രൊവിഷൻ വെക്കേണ്ടി വന്നു. കണ്ടില്ലേ, ആ ഒരൊറ്റ പ്രശ്നം കാരണം ബാങ്കിന് വന്ന സാമ്പത്തിക നഷ്ടം. ശരി, നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തു. ഇനി അവസാനമായി കീ എക്സാം ടേക്ക് അവേസ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് തീർച്ചയായും ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്, ഒരു ഫൈനൽ റിവിഷൻ. ഒന്നാമതായി 4 കോർ ഇവന്റ്സ്. പണമുണ്ടായിട്ടും തിരിച്ചടയ്ക്കാതിരിക്കുക, ഫണ്ട് ഡൈവേർട്ട് ചെയ്യുക, സൈഫൺ ചെയ്യുക, ആസ്തികൾ വിൽക്കുക. ഇതാണ് വിൽഫുൾ ഡിഫോൾട്ടിന്റെ പ്രധാന കാരണങ്ങൾ. 2. ത്രഷോൾഡ് എമൗണ്ട്സ്. നോൺ കോപ്പറേറ്റീവ് ബോറോവർക്ക് 50 മില്യണും വിൽഫുൾ ഡിഫോൾട്ടർക്ക് 25 ലക്ഷവുമാണ് പരിധി. ഇത് മറക്കരുത്. 3. പ്രൊവിഷനിംഗ് ഡിഫറൻസസ്. ആക്സിലറേറ്റഡ് പ്രൊവിഷനിംഗ് നോർമൽ പ്രൊവിഷനിങ്ങിനേക്കാൾ വളരെ കൂടുതലാണ്. 4. 5-year ബാൻ. വിൽഫുൾ ഡിഫോൾട്ടർക്ക് പുതിയ സംരംഭങ്ങൾക്ക് 5 വർഷത്തെ വിലക്കുണ്ട്. 5. CRILC റിപ്പോർട്ടിംഗ്. നോൺ കോപ്പറേറ്റീവ് ബോറോവർമാരെ CRILCയിൽ റിപ്പോർട്ട് ചെയ്യണം. അവസാനമായി റിവ്യൂ പ്രോസസ്. നോൺ കോപ്പറേറ്റീവ് കേസുകൾ 6 മാസം കൂടുമ്പോൾ പുനഃപരിശോധിക്കും. അപ്പോൾ പരീക്ഷയുടെ കാര്യം മാത്രമല്ല, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ നിയമങ്ങളൊക്കെ ശരിക്കും ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ എത്രത്തോളം സ്റ്റേബിളാക്കി നിർത്തുന്നുണ്ടല്ലേ? ഇത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഒരു അച്ചടക്കം കൊണ്ടുവരാനും ബാങ്കിംഗ് സിസ്റ്റത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താനും സഹായിക്കുന്നു. ഈ വിഷയം പഠിക്കാനായി സമയം കണ്ടെത്തിയതിന് നന്ദി. നിങ്ങളുടെ CIIB പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.